നിങ്ങൾ ഈ കാണുന്നത് കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എല്ലാം തന്നെ ഒരു 52-54 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നെ പലരും വിളിച്ചു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. കാരണം ഈ ഒരു ക്വാർട്ടേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയത് പണ്ടത് പണിയുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത ബിൽഡിങ്ങുകൾ ഇതൊക്കെയാണെന്നാണ് ആദ്യം ചെയ്തതെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം ചെയ്ത ബിൽഡിങ്ങുകളിലാണ് ഇവിടെ എന്താണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഷീറ്റ് ഇടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീടിനകത്താണെങ്കിൽ ഒരു ചെറിയൊരു വീട്ടിലിടണമെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപയാകും അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആകുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് വലിയൊരു ഷീറ്റാണ് ഇടുന്നത്. അത് നല്ല കാര്യം തന്നെ, കാരണം അവിടെ പ്രായഭേദമന്യേ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വെയിലും മഴയും കൊള്ളേണ്ട നല്ല കാര്യം തന്നെ. പക്ഷേ ആ ബിൽഡിങ് 52 അല്ലെങ്കിൽ 54 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ ഇതിന് phase 1 phase 2 എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. നമ്മൾ ഈ ഒരു ബിൽഡിങ് കാണിച്ച് ഇതിൻ്റെ സംശയങ്ങളും മറ്റു കുറച്ച് കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എനിക്കറിയാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ phase 1 ഒരു ഭാഗമാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഈ ഒരു ബിൽഡിങ്ങുകൾ ഞാൻ നിങ്ങളെ വിഷ്വൽ കാണിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ഷീറ്റുകളുണ്ട്. ആ ഷീറ്റെല്ലാം കീറിപ്പറഞ്ഞ് അല്ലെങ്കിൽ അത് വിട്ടിരിക്കുന്നതാണ്. ഒരു നല്ലൊരു കാറ്റത്ത് ഈ ഷീറ്റ് പറന്ന് വന്ന ഒരു ബൈക്കുകാരൻ്റെ മേത്തോ അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരാളുടെ മേത്തോ വീണ പണിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടാങ്കുള്ള വാട്ടർ ടാങ്ക്, അതും അപകടകരമായ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാടൊക്കെ പിടിച്ച് വൃത്തികേടായി തുറന്ന് കിടക്കണതാണ്. അത് തുറന്ന് കിടക്കണമെന്ന് പറയാനുള്ള കാരണം ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഉണ്ടാക്കി. ഞാൻ പറയാം, ഇത് നോക്കിയാൽ ഷീറ്റുകളുടെ അവസ്ഥ ഉണ്ട്. ബിൽഡിംഗ് ആണെങ്കിലും ഈ ബിൽഡിങ്ങിനാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇത് ഓക്കെ ആണോ? കാരണം ഇതിൻ്റെ പ്രവർത്തനമല്ല ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് ആ പഴയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് ഇരിക്കാൻ ഓക്കെ, ബിൽഡിങ്ങിന് എന്തെങ്കിലും സംഭവിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടായാൽ അതിന് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അതിപ്പോൾ 2-3 പേരെ എന്നോട് പറയണം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സ് ഇരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അതാണ് മെയിനായിട്ട് നമുക്ക് കാണേണ്ടത്. ഞാനും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആ ഫ്ലെക്സ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഇതൊരു മുന്നറിയിപ്പാണ്. ടൈപ്പ് 1 ക്വാർട്ടേഴ്സിൻ്റെ ഉൾപ്പെട്ട കെട്ടിടങ്ങളിൽ അപകടാവസ്ഥയിലാണ്. അതായത് ഈ കാണാൻ ടൈപ്പ് 1 കെട്ടിടങ്ങൾ, അവിടെ കയറരുത്, കാറ് പാർക്ക് ചെയ്യരുതെന്നൊക്കെയാണ്. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിൻ്റെ അകത്ത് രാത്രി കാലങ്ങളിൽ ഈ സാമൂഹിക വിരുദ്ധരുടെ ശല്യമാണെന്ന് പറയുന്നത്. ആർക്കും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പാടുള്ള പല പ്രശ്നങ്ങളാണല്ലോ. പക്ഷേ ഒന്ന് ഓർക്കണം, പലരും ഫാമിലിയിലെ കുട്ടികൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന സ്ത്രീകളടക്കം പലരും രാത്രിയിൽ നിന്നല്ല രാവിലെ നിന്നല്ലാതെ പോവുകയാണ്. മറ്റൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാനും കൂടിയാണ് അതും കൂടി ഞാൻ നാട്ടുകാരുടെ എന്താണ് വഴിയിൽ നിന്നോ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ കേട്ട ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടത്. ഇത് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ വെച്ചേക്കണതാണ് ഇത് ഫ്ലെക്സ്, കണ്ടല്ലോ അല്ലേ? ഞാൻ ആദ്യം ഓർത്ത് നാട്ടുകാർ വെച്ചായിരിക്കുന്നു, പിന്നീടാണ് ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ വായിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത് കണ്ട, ഈ ബിൽഡിങ്ങുകളിലൊന്നും ആൾ താമസമില്ല, എല്ലാത്തിനും തന്നെ ഇത് കണ്ട വെറുതെ ഇറങ്ങണം. പക്ഷേ ഡോറൊക്കെ തുറന്ന് കിടക്കണേണ് പലയിലും, അല്ലെങ്കിൽ ജനലുകൾ പൊളിച്ച് കിടക്കണം. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാമൂഹിക വിരുദ്ധരുടെ എണ്ണം കൂടി വന്നതും മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും നാട്ടുകാർക്ക്. അതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തത്, ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ടൈപ്പ് 2, ലെഫ്റ്റ് സൈഡിൽ ടൈപ്പ് 1 ആണെന്ന് പറയണം. ഈ ടൈപ്പ് 1 ബിൽഡിങ്ങുകളിലാണ് ആൾ താമസം ഇല്ലാത്തത്. പിന്നെ അതുപോലെ ഈ ടാങ്കിൻ്റെ കാര്യം ഞാൻ പറയാം, അതും അപകടാവസ്ഥയിലാണ്. താഴത്തൊക്കെ നോക്കി തുറന്ന് കിടക്കണേണ്. രാത്രിയൊക്കെ ഒരാൾ ചോദ്യം ചോദിക്കാൻ ചെല്ലാൻ പറ്റുമോ? കാരണം അപ്പോൾ സാമൂഹിക വിരുദ്ധരാകും. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുതന്നെ വ്യത്യാസം കൊണ്ടുതന്നെ, അല്ലെങ്കിൽ ഇത് കേരളം എന്നുള്ള നമ്മുടെ സംസ്കാരങ്ങളൊക്കെ പലതും ഇല്ലാണ്ടാവും. അപ്പോൾ ആ സൈഡിലുള്ളതാണ് ടൈപ്പ് 1 കെട്ടിടങ്ങൾ. പക്ഷേ ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഞാൻ കൈകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇരിക്കണതിലാണ് ആൾ താമസം ഇല്ലാത്തത്. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ളത് ടൈപ്പ് 2 ആണെന്നാണ് പറയണത്. പിന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ ആരോഗ്യ കേന്ദ്രം കാണിച്ചത്, അവിടെ നിന്നാണ് ഈ ബിൽഡിങ്ങുകൾ പണ്ട് പണിത് തുടങ്ങിയെന്നാണ് ഒരു പ്രായമുള്ളൊരു എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം തന്നെ ഒരു 52-54 കൊല്ലം പഴക്കമുണ്ടായത്, ഇതിൻ്റെ വാലിഡിറ്റി തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമ്മളിത് ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെയുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു അത് തിരുത്താൻ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കും ഇത് പലരായിട്ട് സംസാരിച്ച് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള കാഴ്ചകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ. ഓക്കെ, താങ്ക് യു.